തിരുവാതിര നക്ഷത്രം പലർക്കും നന്മകളൊക്കെ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിലും കഷ്ടതകളിലും ഒക്കെയായി സ്വന്തം കുടുംബം, ജോലി പലതും നഷ്ടപ്പെട്ടു പോയ പലരും തന്നെയായിരിക്കാം ഈ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന ആളുകളൊക്കെ. ഇത് നക്ഷത്രത്തിൻ്റെതായ ഒരു പ്രത്യേകത മാത്രമാണ് നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. വീട്ടുകാരറിയാതെ തന്നെ പലർക്കും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ അവർ വന്ന് നിന്ന് കണ്ണുനീർ വിടുമ്പോൾ പല സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയി നിൽക്കുന്ന ചില സാഹചര്യങ്ങളായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് വരിക. അതിനാൽ തന്നെ കുടുംബത്തിൽ വളരെയധികം ദുഃഖങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവർ തന്നെയായിരിക്കാം. തൊഴിലിടങ്ങളിൽ ഇതുപോലെ ധാരാളം പേർക്ക് നന്മകൾ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും. അതായത് തന്നെപ്പോലെ തന്നെ രക്ഷപ്പെട്ടു പൊക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്നൊക്കെ കരുതി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഒടുവിൽ സ്വന്തം ജോലി നഷ്ടപ്പെട്ട് നടുത്തെരുവിൽ നിൽക്കേണ്ടി വന്നവരും ധാരാളം തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും കൂട്ടാക്കില്ല. അന്നത്തെ ദിവസം വരെ വളരെയധികം നിങ്ങളിൽ നിന്നും നല്ലതൊക്കെ നേടിയവർ തന്നെയായിരിക്കാം പിന്നീട് നിങ്ങൾക്ക് തിരിഞ്ഞു നിന്ന് മുതുകത്ത് കുത്തുന്നതും. സ്വന്തമായ രീതിയിൽ ഒരു കടബാധ്യതകളും ഇവർ പൊതുവിലെ വരുത്തിവെക്കാനുള്ള മനോഭാവം ഉള്ളവരൊന്നും തന്നെയല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവരോട് വന്ന് വളരെയധികം കെഞ്ചി കേട്ട് വാങ്ങിക്കൊണ്ട് പോകും മറ്റു പലരും. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സ്വർണം പോലും എടുത്ത് കൊടുത്തിട്ട് പിന്നീട് അവസ്ഥപ്പെട്ടു പോകുന്നവരൊക്കെ ധാരാളം പേരുണ്ടാകും. ചിലയിടങ്ങളിൽ പോയി ജാമ്യത്തിലൊക്കെ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് പെട്ടുപോകുന്നവരുണ്ടാകും. അത് ചിലപ്പോൾ 1-2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളായിരിക്കും ഇവർ പോയി ജാമ്യത്തിൽ. സഹായ മനസ്സുകൊണ്ട് പോയി ചെയ്തു കൊടുക്കുന്നതാണ്. എന്തായാലും അവർ ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട്. 2-3 തവണ അവരൊക്കെ ഈ ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ 4-മത്തെ തവണ അല്ലെങ്കിൽ 5-മത്തെ തവണയോ അടയ്ക്കാതെ വരുന്നതിന് ശേഷം ഇതെന്താ ചെയ്യാത്തത്? എനിക്ക് പ്രശ്നം വരുന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാനെന്ത് ചെയ്യാനാ എന്നൊരു മറുപടി ആയിരിക്കും. പിന്നീട് സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും എടുത്തുകൊണ്ട് അത് മുഴുവൻ അടച്ചു തീർക്കേണ്ട ഒരു ബാധ്യതയും ചുമതലയും ഒക്കെ നിങ്ങളിലേക്ക് വന്നെത്തും. ചിലപ്പോൾ തിരുവാതിരക്കാരിയായ ഭർത്താവായിരിക്കാം ചിലയിടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചെന്ന് പറയുക. അതിൻ്റെതായ ബാധ്യത ഒടുവിൽ ഈ തിരുവാതിരക്കാരി ഏറ്റെടുത്ത് അതിൻ്റെ കടബാധ്യതകൾ തീർക്കേണ്ടി വരും. അങ്ങനെ തന്നെ ഇരിക്കുന്ന സ്വർണവും പണവും ഒക്കെ തന്നെ തീർന്നു പോയി ഒടുവിൽ ഏതാണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന വേളയിൽ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം, കോടതി കേസൊക്കെ ആയി പോകുന്ന സാഹചര്യങ്ങളും ഇവരിൽ പലർക്കും ഉണ്ട്. സാഹചര്യമായിട്ട് നോക്കുന്ന സമയത്ത് ഇവരാൽ വന്നുപെടുന്നത് 1% മാത്രമായിരിക്കും. ബാക്കി മറ്റുള്ളവരാലായിരിക്കും ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ വന്നെത്തുക. മിക്കവാറുമുള്ളവർ സഹോദരങ്ങളെയൊക്കെ ധാരാളം സഹായിച്ച് തെറിവിളിയൊക്കെ ധാരാളം കേട്ടിട്ടുള്ളവർ തന്നെയാകണം. കാരണം ഈ തിരുവാതിര നക്ഷത്രം ഒരു ബേസ് ഈ നക്ഷത്രങ്ങളുടെ 27 നക്ഷത്രങ്ങളിൽ ബേസിക് ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് മറ്റുള്ള നക്ഷത്രങ്ങളാണ് കണക്കാക്കപ്പെടുക. നിങ്ങളിൽ നിന്നും സഹായങ്ങളൊക്കെ നേടുന്നത് വരെ വളരെയധികം ഇവരെപ്പോലെ ചോദിക്കുന്നവരെപ്പോലെ ശുദ്ധ മനസ്സുകാർ ലോകത്ത് വേറെ ഇല്ലാത്ത രീതിയിലായിരിക്കാം നിങ്ങളോട് ഇടപെടുക. അതിനാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഇതിൽ എല്ലാവർക്കും തന്നെ ഇത് ബാധകമാകണമെന്നൊന്നുമില്ല. ഏതാണ്ട് ഒരു 60% പേർക്കെങ്കിലും ഇത്തരം പ്രോസസ്സുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നവർ തന്നെയായിരിക്കും. 30% പേർ കുടുംബ പിരിവ് ധാരാളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും മനസ്സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്ക് വന്നിരിക്കുക. ഇത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസം, ഒരു തിരുവാതിരക്കാരനായ ഒരു പുരുഷനാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞ 60% ആൾക്കാരിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആസ്ട്രോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം, അവരെ കോൺടാക്ട് ചെയ്യുന്ന തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെയും ഉള്ള പ്രശ്നങ്ങൾ ബേസിക്കായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെതായ പരിഹാരങ്ങളെ പറഞ്ഞു കൊടുക്കാനല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് വലിയ രീതിക്കുള്ള കാര്യങ്ങളും സമ്പത്തുപരമായ രീതിയിൽ സഹായിക്കാനൊന്നും പറ്റില്ല. ഈ സമയം ഇങ്ങനെയാണ്, അനുസരിച്ച് പോവുക, അത്ര മാത്രമേ അവർക്കും പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇവർ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ലോസ് ആയിപ്പോയി, നഷ്ടമായിപ്പോയി, അത് അവർക്കൊരു പ്രശ്നമല്ല. കാരണം അതിനേക്കാളും മികച്ച രീതിയിൽ കഷ്ടപ്പെട്ട് അവരതിനെ അടച്ചു തീർക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റേതായ രീതിക്ക് മുന്നിലേക്ക് പോകാൻ, പ്രശ്നങ്ങളെ തീർക്കാനായിട്ട് അവർ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. കാരണം സ്വന്തം നിലയ്ക്ക് വന്നുപോയ പ്രശ്നങ്ങളാണ്. അതിനെ തന്നെ അതുകൊണ്ട് എങ്ങനെയും തീർക്കണമെന്ന മനസ്സ് അവർക്കുണ്ടാകും. പക്ഷേ ഔട്ടറിൽ നിന്ന് വരുന്ന പ്രശ്നത്തിൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. 27 നക്ഷത്രത്തിനും ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാലും ഏറ്റവും അധികം ഇവർ ഒരുപാട് കണ്ണുനീരൊഴുക്കുന്ന ഒരു സാഹചര്യം ഇവരുണ്ട്. മറ്റു ചിലർ നാട് വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തിരുവാതിരയ്ക്ക് ആ ഒരു പ്രോസസ്സ് പോലും ഇല്ല എന്നാണ് പറയപ്പെടുക.
അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ആസ്ട്രോളജർമാരെ പോയി കണ്ട് പരിഹാരങ്ങളൊക്കെ തേടുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ പരിഹാരങ്ങളൊക്കെ തേടി ചിലരൊക്കെ തന്നെ പരിഹാരത്തിന്റെ പേരിൽ കാശൊക്കെ വാങ്ങുന്നുണ്ട്. ചിലരൊക്കെ തന്നെ മറ്റിടങ്ങളിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾ പരിഹാരം ചെയ്യുക, പ്രാർത്ഥന നടത്തുക, ഇന്ന അർച്ചനകളൊക്കെ നടത്തുക എന്ന് പറഞ്ഞ് വിടുന്നവർ ധാരാളമുണ്ട്. അത്തരം ഒരു പ്രോസസ്സ് മാത്രമായിരിക്കും അവർക്ക് ചെയ്യാനായിട്ട് കഴിയുക. അങ്ങനെ ധാരാളം പണം ചിലവാക്കിയാലും ഇവരുടേതായ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ഒരു മുന്നേറ്റവും വരില്ല എന്നുള്ളതാണ്. ഈ നക്ഷത്രത്തിൻ്റെതായ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ പിൻതലമുറകളെ ആ ഒരു ജാതകവശാലൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് കുടുംബത്തിൽ പല വിധത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ദുർമരണങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒന്നുകിൽ അച്ഛൻ്റെതായ തലമുറയിൽ അല്ലെങ്കിൽ അമ്മയുടെ തലമുറയിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ദുർമരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സംഭവിച്ച ശേഷമായിരിക്കും ഇവരുടെയൊക്കെ ഒരു ജന്മം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാരൊക്കെ ജനിച്ചതിന് ശേഷം കുടുംബത്തിലൊരു ദുർമരണം നടക്കുവാനുള്ള സാധ്യതകളും ധാരാളം തന്നെയാണ്. അതായത് വിഷത്താൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മരണമായിരിക്കാം. പാമ്പ് കടിയേറ്റിട്ടുള്ളതാവാം, അല്ലെങ്കിൽ സ്വയം വിഷം കഴിച്ചിട്ടുള്ളതാവാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വിഷം സംബന്ധപ്പെട്ട രീതിയിൽ ഉള്ള ഒരു മരണം കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശിവഭഗവാന്റേതായ ആ ഒരു പ്രോസസ്സിലേക്ക് നിൽക്കുന്ന ജാതക രാശികൾ അല്ലെങ്കിൽ തന്നെ നക്ഷത്രങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരിൽ ഈ പരമ്പരയിലുള്ളവർക്കും ഇത്തരം പ്രോസസ്സുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ചിലർക്ക് ഇതുപോലെ ആത്മഹത്യാ ടെൻഡൻസിയൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ജാതകവശാൽ അല്ലെങ്കിൽ നക്ഷത്രവശാൽ അത്തരമൊരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അത്തരം ചിന്താഗതികളൊക്കെ പരമാവധി ഒഴിവാക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഞാനിവിടെ തന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിച്ച് ഓരോ ഇടങ്ങളിലും ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് ചിന്തിച്ചാല്, നിങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് ഒരല്പം നല്ല സൗഹൃദമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ, കൊള്ളാം ഇവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇടപെടുന്നവരാണ് എന്ന ചിന്താഗതിയാണ് പൊടുന്നനെ വിശ്വാസത്തിലേക്ക് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് തിരുവാതിര എന്ന് പറയുന്നത്. അത് വളരെയധികം വില കൊടുക്കേണ്ട ഒരു തീരുമാനമായിരിക്കും നിങ്ങൾക്ക് അത്തരം ചിന്താഗതി. പൊടുന്നനെ വിശ്വാസത്തിലെടുക്കുന്ന വ്യക്തികളോട് സ്വന്തം കാര്യങ്ങളും കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു പ്രവണതയും കൂടി ഇവർക്കുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയാൽ അറിയാം എവിടെയാണ് പിഴവുകൾ സംഭവിക്കുന്നത് എന്ന്. ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്ത കുടുംബ ജീവിതമായിരിക്കും. അതായത് ഈ തിരുവാതിരയ്ക്ക് ഒരല്പം വേഗത്തിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരല്പം ചിന്തിച്ച് ഒരല്പം താമസത്തോടുകൂടി കാലതാമസം എടുത്തായിരിക്കും അദ്ദേഹം ഒരു മറുപടി പറയുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലെവലിലുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ആവുകയും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. നിരന്തരമായ മെസ്സേജുകളൊക്കെ അയച്ച് വാട്സാപ്പിൽ അയച്ച് ഉറങ്ങിയോ, ഉണ്ടോ, കഴിച്ചോ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന വ്യക്തികളായിരിക്കും ഈ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വ്യക്തികളൊക്കെയും കൂടിയായിരിക്കും. അപ്പോൾ ഈ വേഗതയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരുന്ന സമയത്ത് തർക്കങ്ങളും വഴക്കുകളും സർവ്വസാധാരണമായിട്ട് ഇരിക്കും. കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു ദിവസം തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ സ്ത്രീകളുടേതായ ഒരു പ്രത്യേകത. ഭാര്യാഭർതൃ ബന്ധത്തിൽ തിരുവാതിരയും ചതയവും ആണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്നുണ്ടെങ്കിൽ ചതയം എപ്പോഴും തന്നെ അത് പൂർണ്ണമായ സർപ്പം ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും പണമെടുത്തുകൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരിക്കും. കാരണം എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഞാനിതേ പോകുന്നു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രവണതയായിരിക്കും ചതയ നക്ഷത്രമായിട്ടുള്ള വിവാഹ ബന്ധം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും തന്നെ ഒരു ഇതുണ്ടാവില്ല. ചിലരൊക്കെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നവരായിരിക്കും. സ്വഭാവ സവിശേഷത മനസ്സിലാക്കി പോകുന്നതുകൊണ്ട് ഒരു ഐഡിയയിൽ ജീവിക്കുന്നവരും ധാരാളം ഉണ്ട്. കാരണം വിദേശത്തു നിന്നൊക്കെ പലരും വിളിക്കുന്നതിൽ അതിൽ കുറച്ച് പേരൊക്കെയും വളരെയധികം ഐക്യത്തോടുകൂടി ജീവിക്കുന്നവർ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരെയും അത്തരത്തിലൊരു ഗണത്തിൽ പെടുത്താനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരുടേതായ ദശാകാലം എന്ന് പറയുന്നത് രാഹുർ ദശാകാലമാണ് ആദ്യമായിട്ട് ഇവർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ഈ രാഹുവിൻ്റെ അപഹാര കാലം വരുന്ന സമയത്ത് വാവിട്ട വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യും. അത് പിന്നീട് ഇവർക്ക് തന്നെയായിരിക്കും അത് വിനയായിട്ടും വരിക. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. രാഹുവിൻ്റെ അപഹാരങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളൊക്കെയും നിങ്ങൾക്ക് ഗുണകരമായിട്ടല്ല മോശകരമായിട്ടായിരിക്കും വരിക. അതുപോലെ രാഹു ദശ നടക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെയും ഇടപെട്ടാലും നിങ്ങൾക്കത് മോശമായിട്ടായിരിക്കും വരിക. ഇവരിൽ പലർക്കും തന്നെ കമ്മ്യൂണിക്കേഷൻ ലെവലിലുള്ള തൊഴിലുകളായിരിക്കും ധാരാളം വന്നത്. പോസ്റ്റ് ഓഫീസ് പോലുള്ള കാര്യങ്ങൾ, മറ്റ് എന്തെങ്കിലും ബാങ്കിങ് സംബന്ധപ്പെട്ട കളക്ഷൻ ഏജൻ്റായിട്ട് വരിക,
അങ്ങനെ ഒരു നഴ്സാണെങ്കിലും ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ജോലി. അതുകൊണ്ട് തന്നെ ഇവരുടെ കാലുകൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. കാല് വേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, റെസ്റ്റ് എടുക്കാൻ പറ്റാതെ പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം. കാല് എപ്പോഴും വളരെയധികം സൂക്ഷിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി നൽകുന്നു. വേദനകൾ വിട്ടുമാറാതെ ഇരിക്കും. അതുപോലെ തന്നെ മിഥുനം രാശിക്കുള്ളിലാണ് ഈ തിരുവാതിര നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബുധന്റേതായ ഒരു അംശം ഉള്ളതുകൊണ്ട് തന്നെ രാശി ബുധന്റെ വീട്ടിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും പഠനം സംബന്ധിച്ച കാര്യത്തിലൊക്കെയും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു തൊഴിൽ പഠിച്ചു, ഇപ്പോൾ നഴ്സിംഗ് പഠിച്ച ഒരു ആളാണെങ്കിൽ ഈ തൊഴിൽപരമായ രീതിയിൽ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു ജോലിയായിരിക്കും. അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പൊടുന്നനെ ജോലി വലിച്ചെറിയുന്ന സാഹചര്യം ഈ ബുധൻ ബുദ്ധിയെ മൗഢ്യമാക്കിക്കൊണ്ട് തന്നെ അത് നമ്മൾക്ക് പ്രശ്നത്തെ സൃഷ്ടിച്ചു തരും. അത് ഉപേക്ഷിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ചിന്തിക്കുക, അയ്യോ അത് വേണ്ടായിരുന്നു, അതങ്ങനെ അതിൽ ഇരുന്നെങ്കിൽ ഉള്ള കാശെങ്കിലും കിട്ടുമായിരുന്നു എന്നുള്ള ചിന്ത പിന്നീടാണ്. കാരണം നഷ്ടപ്പെട്ടതിന് ശേഷമേ നമുക്കത് ചിന്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഈ തിരുവാതിരയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യാതെ പോകാനായിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ നിന്നും മോചനം ലഭിക്കുക. ഭഗവാനായ ശിവഭഗവാനെ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശിവനെ രുദ്രഭാവത്തിൽ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. ഒപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടും. ഭഗവാനെ എപ്പോഴും രൗദ്രഭാവമായി രുദ്രനായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്കും നല്ല ഫലമായിരിക്കും വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നടരാജ രൂപത്തിലുള്ള ശിവനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വളരെയധികം മികച്ച ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക. നടരാജ ഭാവത്തിൽ താണ്ഡവമാടുന്ന ആ ശിവനെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുതരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് ഇനി അത്തരം കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നത് നന്നായിരിക്കും. കുടുംബപരമായ അന്തരീക്ഷത്തിൽ വേഗം കൂട്ടിയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് ഉപേക്ഷിക്കുക. കാരണം നിങ്ങളുടെ വേഗതയ്ക്ക് ആ ഒരു ചിന്തയ്ക്ക് അനുസൃതമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കണമെന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുടുംബത്തിനുള്ളിൽ നല്ല രീതിക്ക് ഐക്യമായി പോകാനായിട്ട് പരിശ്രമിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ്റേതായ രീതി എന്താണെന്ന് കണ്ടറിഞ്ഞ് വേണം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും. പൊടുന്നനെയുള്ള വാക്കുകൾ രാഹു മോശമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഇടങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ രേവതി നക്ഷത്രത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ രാഹു സഞ്ചാരം നടത്തുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് പറയുന്നതിനേക്കാളും അപ്പുറമായിരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരിക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുത്തി മുന്നിലേക്ക് പോയാൽ മാത്രമാണ് നിങ്ങൾക്കൊരു മുന്നേറ്റം ലഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ശുഭം.